ഹലോ കൂട്ടരെ, ഇന്നത്തെ എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു ഔട്ട്സൈഡ് വർക്കാണ് കേട്ടോ. അതായത് ഒരു ഹോസ്റ്റലിലെ ഔട്ട്സൈഡ് വർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വർക്കിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. എനിക്കിത് ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സന്ദർഭമൊന്നും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇതിപ്പം നമ്മളിപ്പം ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തീർന്നതിന് ശേഷം ഒരുമിച്ചിടാന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ കൂടെ നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 7 ബാത്റൂമിൻ്റെ ഔട്ട്സൈഡ് വർക്കാണ് നമ്മളിവിടെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, വെട്ടും കാര്യങ്ങളൊക്കെ, അതായത് പിക്കാസിന് നമുക്ക് ട്രെഞ്ച് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മലങ്കല്ലാണ് കേട്ടോ, ഭയങ്കര ഉറപ്പുള്ളൊരു ഒരുതരം മണ്ണ്, ഉറപ്പുള്ള പാറയാണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. പിന്നെ അത് പോയിട്ട് കുറേ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഇളക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തെങ്ങിൻ്റെ വേരുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ ആ ദൗത്യം നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. നമ്മൾ ആ സെറ്റായിട്ട് തന്നെ നമ്മൾ മാൻ ഹോളെല്ലാം റെഡിമെയ്ഡ് വെച്ച് തന്നെ നമ്മൾ ആ കുഴിയിലോട്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല കൂട്ടുകാരെ, ഇപ്പോൾ ഈ കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ട്രെഞ്ച് വെട്ടിയെന്ന് നമ്മൾ വലിച്ചെടുത്ത കല്ലുകളാണ് കേട്ടോ. പിന്നെ അത് പോയിട്ട് തെങ്ങിൻ്റെ ഒരു മൂടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ ലൈന് പോകുന്നത്. അപ്പോൾ അതൊക്കെ വേരും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു നിന്നത്. ഇതാണ്ടില്ല, ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കല്ല് കേട്ടോ, മലങ്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ഇതേപോലെ ഗിൽറ്റിക്ക് കുറേശ്ശെ അടിച്ച് പൊട്ടിച്ചാണ് നമ്മൾ ആ ഒരു പൈപ്പ് ഇടാനുള്ള ഒരു വഴി തെളിച്ചെടുത്തത് കേട്ടോ. പിന്നെ അതിനോടൊപ്പം നമ്മൾ ആ ദൗത്യമെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇതാണ്ടില്ല, അതായത് ഒരടിക്കുള്ള പൈപ്പാണ് കേട്ടോ നമ്മൾ ഹൈറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ അതിന് റൈസർ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പൈപ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ അടപ്പ്, ലെഡും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ പണി ഏകദേശം ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊന്ന് കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തൊന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വർക്കൊന്ന് ഫിനിഷ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് തീർന്നിട്ട് ഈ ഒരു വീഡിയോ ഇടാന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ ഇത്ര നാളും ഒന്ന് ചെറുതായിട്ടൊന്ന് പെൻഡിങ് ആയി പോയത് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ കണ്ടില്ല കൂട്ടുകാരെ, നമ്മളെ വർക്ക് ഏകദേശം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സെൽറ്റിന് പകരമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള 4 ഇഞ്ചിൻ്റെ പൈപ്പുകൾ വെച്ച് നമ്മൾ എൻഡിയാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വന്നിട്ട് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിവിടെ ഒരു 1500 ലിറ്റർ വെള്ളത്തിന് ടാങ്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 500ൻ്റെ 3 ടാങ്കാണ് കേട്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വെള്ളം നമുക്ക് ഡയറക്റ്റ് മുകളിലോട്ട് കയറാത്ത കാരണം നമ്മളിവിടെ ഒരു പഴയ ടാങ്കിന് ടൈലെല്ലാം ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ മോട്ടർ വെച്ച് മുകളിലോട്ട് അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ.